പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 27 ശനിയാഴ്ച. 1 ശമൂവേൽ 30 അധ്യായം 6 വാക്യം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താന്താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ജീവിതത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ചില രാത്രികൾ നമ്മുടെ ആത്മാവിനെ വരെ വിറപ്പിച്ച് കളയാറുണ്ട്. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നാലും ഹൃദയത്തിനുള്ളിൽ ഇരുട്ടു മാത്രം നിറഞ്ഞിരിക്കുന്ന രാത്രികൾ. അത്തരം ഒരു രാത്രിയിലായിരുന്നു ദാവീദ്. തൻ്റെ സ്വപ്നങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ദാവീദ് നിൽക്കുകയാണ്. ഭവനങ്ങൾ കത്തി ചാമ്പലായി, പ്രിയപ്പെട്ടവർ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. കൂടെ നടന്ന യോദ്ധാക്കളുടെ ഹൃദയങ്ങളിൽ പോലും കോപത്തിൻ്റെ കൊടുങ്കാറ്റ് ജ്വലിക്കുന്നു. ഒരിക്കൽ അവനെ പുകഴ്ത്തിയ നാവുകൾ ഇപ്പോൾ അവനെ കുറ്റപ്പെടുത്തുന്നു. ആ നിമിഷം തകർന്ന ഹൃദയമുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നു അവൻ. എന്നാൽ അവൻ്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. കാരണം മനുഷ്യരുടെ എല്ലാ വിളക്കുകളും അണഞ്ഞപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് തിരിഞ്ഞു. ഭൂമിയിലെ എല്ലാ ആശ്രയങ്ങളും തകർന്നു വീണപ്പോൾ അവൻ സ്വർഗത്തിലെ പാറമേൽ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ചു. വചനം പറയുന്നു, ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ തന്നെത്താൻ ബലപ്പെടുത്തി. ആരും അവൻ്റെ അരികിൽ വന്ന് അവനെ ആശ്വസിപ്പിച്ചില്ല. ആരും അവൻ്റെ കണ്ണുനീർ തുടച്ചില്ല. എന്നാൽ അവൻ തൻ്റെ തകർന്ന ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചായിച്ചു. കണ്ണീരാൽ നനഞ്ഞ ആത്മാവിനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മുക്കി. അപ്പോൾ കഷ്ടതയുടെ രാത്രിയിൽ അവൻ സ്വർഗത്തിൻ്റെ ബലം കണ്ടെത്തി. കാറ്റേറ്റവും ശക്തിയായി വീശുമ്പോഴാണ് വൃക്ഷത്തിൻ്റെ വേരുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നത്. അതുപോലെ പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നട്ടുവളർത്തും. ചിലപ്പോൾ ദൈവം കൊടുങ്കാറ്റ് ഉടൻ ശാന്തമാക്കുന്നില്ല. എന്നാൽ കൊടുങ്കാറ്റിനുള്ളിൽ നിൽക്കുവാൻ ആവശ്യമായ ബലം നമുക്ക് നൽകുന്നു. ചിലപ്പോൾ കണ്ണീർ ഉടനെ മാറ്റുന്നില്ല. ആ കണ്ണുനീരിനിടയിലും പ്രത്യാശ നമുക്ക് പകർന്നു തരുന്നു. ചിലപ്പോൾ ഇരുട്ടിനെ ഉടൻ നീക്കുന്നില്ല. എന്നാൽ ഇരുട്ടിലൂടെ നടക്കുവാൻ തൻ്റെ കൈ നമ്മുടെ കയ്യിൽ ചേർക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയല്ലേ? പ്രതീക്ഷകൾ കത്തി നശിച്ചിരിക്കാം, ബന്ധങ്ങൾ മുറിവേറ്റിരിക്കാം, പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നതായി തോന്നിയേക്കാം. എന്നാൽ ഓർക്കുക, നമ്മുടെ ദൈവം വലിയവനാണ്. കണ്ണുനീരിനേക്കാൾ ആഴമുള്ളതാണ് അവൻ്റെ സ്നേഹം. ഇരുട്ടിനേക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ പ്രകാശം. മനുഷ്യർ നമ്മെ കൈവിട്ടാലും ദൈവം നമ്മെ കൈപിടിക്കുന്നവനാണ്. ലോകം വാതിലുകൾ അടച്ചാലും ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്നവനാണ്. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ദൈവ സാന്നിധ്യം നമുക്ക് പുതിയൊരു പ്രഭാതം ഉദിപ്പിക്കും. അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്കും പറയാം, എൻ്റെ ബലം സാഹചര്യങ്ങളിലല്ല, എൻ്റെ ബലം എൻ്റെ ദൈവത്തിലാണ്. എൻ്റെ ഹൃദയം തളർന്നാലും എൻ്റെ ദൈവം എൻ്റെ ബലവും എൻ്റെ ശക്തിയും ബലവും എന്നേക്കും ആകും. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, നഗരത്തിലെ ചാമ്പലുകൾക്കിടയിൽ ദാവീദിനെ ബലപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളുടെയും കണ്ണുനീരിൻ്റെയും നടുവിലും ഞങ്ങളെ ബലപ്പെടുത്തണമേ. മനുഷ്യ സഹായങ്ങൾ ഇല്ലാതാകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ശക്തീകരിക്കണമേ. നിരാശയുടെ രാത്രികളിൽ പ്രത്യാശയുടെ നക്ഷത്രം തെളിയിക്കണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ വിശ്രമിക്കുവാൻ, അങ്ങയിൽ ബലപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.